ഹായ് ഓൾ, ഇന്ന് ദുവാടെ സ്കൂൾ ഓപ്പൺ ചെയ്തിട്ട് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ദുവാടെ മോർണിംഗ് റുട്ടീനൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ബാഗിൽ ഒരു റഫ് നോട്ടും ബോക്സും എല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ നേരെ കിച്ചണിൽ വന്ന് അവൾക്കുള്ള വാട്ടർ ബോട്ടിൽ പ്രിപ്പയർ ചെയ്തു. പിന്നെ നമുക്ക് സ്നാക്സ് ബോക്സിൽ അവൾക്ക് ഇന്ന് ബ്ലാക്ക് കളർ ഗ്രേപ്സാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സ്നാക്സ് ബോക്സ് നമ്മൾ റിലയൻസിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഒരു കുഞ്ഞു ടിന്നിൽ ഗ്രേപ്സും വെച്ചിട്ട് ആ വലിയ സ്പേസിൽ ഞാൻ ചിപ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ ഓൾറെഡി ഇന്നലെ നൈറ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിപ്സും ഗ്രേപ്സും ഒക്കെ മതിയെന്ന്. പിന്നെ ഞാൻ നേരെ അവളെ പോയി വിളിക്കാൻ വേണ്ടി ചെന്നു. അപ്പോൾ രണ്ടും കൂടി കെട്ടിപ്പിടിച്ച് ഉറക്കമായിരുന്നു. എന്നെ കണ്ടുകൊണ്ട് ഇങ്ങോട്ട് മാറി ഇങ്ങനെ പയ്യെ എഴുന്നേറ്റു. ഞാൻ വ്ളോഗ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്ന് ഉഷാറായി. അതാ പയ്യെ ഇങ്ങനെ കിടന്നു. പിന്നെ നേരെ വന്നു. നല്ല സെക്കൻഡ് ഡേ ആണ് വരെ ഉത്സാഹം കേട്ടോ. ബ്രഷ് ചെയ്തു. ഇതാണ് ദുവാടെ ലഞ്ച് ബോക്സ്. ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ട് വാങ്ങിയതാണ്. അപ്പം ഒരിടത്ത് ഞാൻ ചിക്കനും ഒരു കൊഞ്ചും വെച്ചു. പിന്നെ കുറച്ച് മോരേറി ഉണ്ടായിരുന്നു. ഇതെല്ലാം ദുവ പറഞ്ഞ് ചെയ്ത് കേട്ടോ ഇന്നലെ. പിന്നെ പുളിമുളകും വെച്ചു. പിന്നെ ആ ചിക്കൻ വെക്കുന്നിടത്ത് തന്നെയാണ് നമ്മൾ ചോറും ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഇത് കറിയൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ടൊരു സ്പൂണും കൂടി അതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള ചോറും ചിക്കനും കൊഞ്ചും പുളിമുളകും മോരേറിയും വെച്ച് സ്പൂണും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തു. ബാഗും കിറ്റും എല്ലാം റെഡിയാക്കി വെച്ചു. പിന്നെ നേരെ ഞാൻ ദുവ അവിടെ എഴുന്നേറ്റ് നിൽക്കുക കേട്ടോ. ഞാൻ അപ്പം ചുട്ടു. നല്ല അടിപൊളി നല്ല ചൂടപ്പവും അതിൻ്റെ കൂടെ നമുക്കിവിടെ രാവിലത്തേക്ക് പുളിമുളകുമാണ് നമ്മൾ അപ്പത്തിനൂടെ കഴിക്കുന്നത്. ദുവ കഴിക്കാത്തതുകൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈ വെച്ചു. എല്ലാം വാരിക്കൊടുത്തു. ദുവ ടൈം കൊണ്ട് കുളിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ. പിന്നെ അവൾക്കിടാൻ മോയ്സ്ചറൈസർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സെറ്റാഫിൽ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തു. അതൊക്കെ വന്നു. അവളതൊക്കെ ഇട്ടു. മുടിയൊക്കെ ചീകി നിന്നിട്ട് ഇതാ അനിയവാവ് എടുത്ത് വന്നു. അനിയവാവ് അപ്പോഴത്തേക്ക് ഉറക്കം എഴുന്നേറ്റു. ഞങ്ങളുടെ കൂടെ എഴുന്നേൽക്കുന്ന ആളാ. പിന്നെ എങ്ങനെയെങ്കിലും പിടിച്ച് കിടത്തി. അങ്ങനെ വണ്ടി എത്തിയിട്ടുണ്ടെന്ന് ആൻറ്റി വിളിച്ചു പറഞ്ഞു. അങ്ങനെ ദിൻവാവയെ എടുത്തു. ദുവായും റെഡിയായി. ഞങ്ങൾ വഴി കൂടി പോയി. അങ്ങനെ ദുവ ഭയങ്കര എനർജറ്റിക് ആയിട്ടാട്ടോ ഇന്ന് സ്കൂളിൽ പോകുന്നത്. അങ്ങനെ ദുവായെ കൊണ്ട് ബസ് കയറ്റി വിട്ട് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന സീനാണ്. വഴിക്ക് വെച്ച് കുറേ പിള്ളേരെയൊക്കെ കണ്ടു. അവരൊക്കെ ആയിട്ട് സംസാരിച്ച് ടാറ്റ പറഞ്ഞ് വീട്ടിലോട്ട് പോയി.